और देवदा चित्तन धरई हनुमद से सब सुख करई। और देवदा चित्तन धरई हनुमद से सब सुख करई। संगड़ कड़ई मिड़ई सब पीरा जो सुमिरई हनुमद बलवीरा। संगड़ कड़ई मिड़ई सब पीरा जो सुमिरई हनुमद बलवीरा। और देवदा चित्तन धरई हनुमद से सब सुख करई। संगड़ कड़ई मिड़ई सब पीरा जो सुमिरई हनुमद बलवीरा। ഔര് ദേവത ചിത്തന ധരയി, വേറെ ദേവതമാരെ ചിത്തത്തിൽ ധരിക്കേണ്ട ആവശ്യമില്ല. ഏകാഗ്ര ഭക്തി വന്നിട്ടുണ്ടെങ്കിൽ വേറെ ദേവതമാർ കയറി വരില്ല. ഇനി അഥവാ നമുക്ക് ആ സമയത്ത് പലതും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഭക്തിക്ക് ഏകാഗ്രത ഇല്ലയെന്ന് കൂട്ടിയാൽ മതി. ഇത് നിറഞ്ഞു കഴിഞ്ഞാലോ വേറൊന്നിൻ്റെ ആവശ്യമില്ല. ഇനി അഥവാ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകാഗ്രത വളർത്താനായിട്ട് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാം. അങ്ങനെയും ഇങ്ങനെയും ഓടി നടക്കണ്ട, അവിടെ ഒന്നിൽ നിന്നാലേ കിട്ടുള്ളൂ. അല്ലെ, ഒരിടത്ത് കുഴിച്ചാലേ വെള്ളം കാണാൻ പറ്റുള്ളൂ. പലയിടത്ത് കുഴിച്ച് തന്നാൽ പല കുഴികൾ മാത്രം ബാക്കിയാവും, വെള്ളം കിട്ടില്ല. അപ്പോൾ ആ ഭക്തിരസം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഒന്നിൽ ഉറച്ചു നിൽക്കണം എന്നാണ്. അപ്പോൾ അത് ഹനുമാൻജി ഇതിപ്പോൾ ഒരു വാനരനല്ലേ, അതോടുകൂടി നമുക്ക് സാധിക്കുമെന്നുള്ള സംശയമൊന്നും വേണ്ട. മറ്റുള്ള ഭഗവാന്മാരുടെ അതേ ഗുണങ്ങളും കഴിവും അറിവും ശക്തിയും സർവശക്തനും സർവവ്യാപിയും ഒക്കെ തന്നെയാണ്. അതേ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഔർ ദേവതാ ചിത്തന ധരയെ, മറ്റ് ദേവതകളെയൊന്നും പിന്നീട് വിചാരിക്കേണ്ട. അത് മറ്റ് വിചാരിച്ചത് കൊണ്ട് കുഴപ്പമല്ല പറഞ്ഞത്. അത് എന്തിനു വേണ്ടിയിട്ടാണോ പലരുടെ പിന്നാലെ നടക്കുന്നത്, അതൊക്കെ ഒരു സ്ഥലത്ത് ഒന്ന് കിട്ടെങ്കിൽ. ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ ഡിമാൻഡ് അതുകൊണ്ടല്ലേ, പല കടകളൊന്നും ഓരോന്ന് വാങ്ങണ്ട, ഒന്നിൽ പോയാൽ എല്ലാം മേടിച്ചിട്ട് വരാൻ പറ്റും. ഒറ്റ കടയിൽ പോയാൽ മതി, സകല സാധനങ്ങളും. അത് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പലയിടത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? സമയം ലാഭം, അവിടെ കൂടുതൽ നമുക്ക് സമയം അവിടെ ചിലവഴിക്കാൻ പറ്റും, കൂടുതൽ നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പോലെ എല്ലായിടത്തും പോയി കിട്ടാവുന്നത് ഈ ഒരു ഹനുമാൻചിടത്ത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പലയിടത്ത് പോയി നടക്കുന്നത്? ഹനുമത്ത് സേയി സർവസുഖകരയി, എല്ലാ സുഖങ്ങളും തരും. ഭൗതിക സുഖവും ആത്മീയ സുഖവും മോക്ഷസുഖവും തന്ന് അനുഗ്രഹിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതുകൊണ്ട് അവസാനം പറഞ്ഞത് സങ്കട കട്ടേ മിടേ സബ പേര സബ കട്ടേ, എല്ലാ സങ്കടങ്ങളെയും അറുത്തു മുറിച്ച് കളയുന്നു, ഇല്ല പേരോടെ നീക്കി തരുന്നു. സബ പീരാമിടേ, എല്ലാ വേദനകളെയും ശാരീരികമോ മാനസികമോ ഉള്ള വേദനകളെയൊക്കെ ഇല്ലാതാക്കി തരും. സാമ്പത്തിക പരാധീനതകൾക്കും ഹനുമാൻജിയുടെ അനുഗ്രഹം ധാരാളം മതി. ജോ സുമിരേ ഹനുമത്ത് ബലബീര. പക്ഷെ ഒരേ ഒരു കാര്യം, നിരന്തര സ്മരണ ആവശ്യമാണ്. നമുക്ക് ഓർമ്മ വരുമ്പോൾ, സൗകര്യം കിട്ടുമ്പോൾ, മൂഡ് വരുമ്പോൾ ചെയ്യലല്ല, നിരന്തര സ്മരണയാണ് ഏതൊരു ഭഗവാനും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടും. അത് മാത്രമേ വേണ്ടൂ, സ്മരിക്കുക. നമ്മളെന്തെങ്കിലും കൊടുത്തില്ലേ, പക്ഷേ സ്മരണമാണ്. യസ്യ സ്മരണ മാത്രേണ, ഈ സ്മരണം അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. ബലവീരനാണെന്ന് വിചാരിക്കൂ, എല്ലാറ്റിനും ബലമുണ്ട് എന്നതാക്കിയാൽ മനസ്സിൻ്റെ ചലനങ്ങളെ നമുക്ക് നിർത്താനും സാധിക്കും. ഈ ചെറിയൊരു സംശയം വരികയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കാര്യം എന്താവോന്നറിയില്ല, ശരിക്കും അത് സാധിക്കുമോ? അപ്പോൾ ഓർക്കുക, രാമൻ്റെ കാര്യം ഇത്രയും ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കാര്യം സാധിക്കില്ലേ? ഇത്രയും വലിയ സമുദ്രത്തിനെ മറികടന്ന് അവിടേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചെറിയ ജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു ദുഃഖങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഹനുമാൻജിക്ക് എന്തുകൊണ്ട് കഴിയില്ല? തീർച്ചയായിട്ടും സാധിക്കുന്നുള്ള ഉത്തമ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ കർമ്മയോഗിയായിട്ടും ഒരു സേവകനായും ഒരു യഥാർത്ഥ ആദർശ വ്യക്തിയായും സാധകനായും ജ്ഞാനിയായും ജീവൻ മുക്തനായും ഒന്നിനോടും ആസക്തിയില്ലാതെ എവർ ലിബറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഏതൊരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കിയാലും ഹനുമാൻജി ഒരു ഉത്തമ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻജിയുടെ ഗുണങ്ങളും യശസ്സും എല്ലാം എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു. അറിവും ശക്തിയും രണ്ടും വേണമല്ലോ. എത്ര യോഗീശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവാ നീതി മതിർമമ. ശാരീരിക ബലവും ബുദ്ധിയും രണ്ടും കൂടി വേണം. ഐഡിയ ഉണ്ട്, പക്ഷേ നമുക്ക് ശരീരം കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഒരു പ്ലാനിങ്ങും പറ്റില്ലെങ്കിലും പറ്റില്ല. ഇത് രണ്ടും കൂടെ ചേരണം. ഇത് രണ്ടും ഉണ്ട് ഹനുമാൻജിയിൽ. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് ജയിക്കേണ്ടത്.
അങ്ങനെയുള്ള ഹനുമാൻജി എന്നും ഭക്തഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കും. ആ ഹനുമാൻജിയുടെ അനുഗ്രഹം മാത്രം മതി നമുക്ക് എല്ലാം സാധിക്കാനായിട്ട്. ആ ഹനുമാൻജി എന്നും ജയിക്കട്ടെ. എവിടെ ജയിക്കുക? നമ്മളുടെ മനസ്സിൽ എന്നും വിരാജിക്കട്ടെ എന്നർത്ഥം. അങ്ങനെ ഹനുമാൻജിയുടെ ജയ ജയധ്വനി മുഴക്കിയിട്ടാണ് ഹനുമാൻ ചാലീസ അവസാനിക്കുന്നത്. जय 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 हनुमान गोसाई, कृपा करहु गुरुदेव की नाई. जय 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 हनुमान गोसाई, कृपा करहु गुरुदेव की नाई. जो सद बार पाठ कर कोई, छूटहि बंदी महासुख होई. जो सद बार पाठ कर कोई, छूट बंदी महासुख होई. जय 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 हनुमान गोसाई, कृपा करहु गुरुदेव की नाई. जो सद बार पाठ कर कोई, छूटहि बंदी महासुख होई. ജയ് 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 ഹനുമാൻ ഗോസായി. ഹനുമാൻജി ജയിക്കട്ടെ. എങ്ങനെയുള്ള ഹനുമാൻ? ഗോസായി ഹനുമാൻ. ഗോസായി എന്നുള്ളത് ഇപ്പോഴൊക്കെ ഉത്തരേന്ത്യയിലെ ഒരു സ്ഥാനമാണ്. നല്ല ഒരു ഉയർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്നുള്ളത് ഗോസായി. നല്ലൊരു സന്ത് മഹാത്മാ എന്നുള്ളത് വാക്കിൻ്റെ അർത്ഥം. ഗോ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ദ്രിയം. ഗോ എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. ഭൂമി എന്നുള്ള അർത്ഥമുണ്ട്, പശു എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാധിപൻ, ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചവൻ, ഇന്ദ്രിയ ജയം നേടിയവൻ. നമുക്ക് ഇന്ദ്രിയ നിയന്ത്രണമാണ് മനോബലത്തിൻ്റെ മനോനിയന്ത്രണത്തിൻ്റെ തുടക്കം. മനോനിയന്ത്രണം ഉണ്ടെങ്കിലേ ഇന്ദ്രിയ നിയന്ത്രണവും സാധിക്കുള്ളൂ. രണ്ടും വേണം. ഇത് രണ്ടുമുള്ളതാണ് ഹനുമാൻജി. ആ ഗോസായി, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, മനസ്സിനെ ജയിച്ചവൻ. ഇത് രണ്ടും നമുക്ക് ഏകാഗ്രതയെ സഹായിക്കുന്നു. ഏകാന്ത ഭക്തി വർദ്ധിപ്പിക്കാനായി ആ ഹനുമാൻജി നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ജയ ജയാരവം മുഴക്കട്ടെ. കൃപാകരഹു ഗുരുദേവിക്കിനായി. ഇനി മറ്റൊരു വിശേഷണം പറയുന്നത് യഥാർത്ഥ ഗുരു തന്നെയാണ് എന്ന്. ഗുരു എന്താ? യഥാർത്ഥ മാർഗം തന്ന് അനുഗ്രഹിക്കണം. മാർഗദർശനം, ശരിയായിരിക്കുന്ന മാർഗം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നു. ജോ സത്ബാർ പാഠകരെ കോയി, ഛൂട്ടഹി ബന്ദി മഹാസുഖ ഹോയി. സത്ബാർ, ശതബാർ 100 തവണ വായിച്ചാൽ, ഈ ഹനുമാൻ ചാലീസ 100 തവണ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ബന്ധനങ്ങളും ഇല്ലാതെയാവും. ബന്ധനങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെടും. മഹാസുഖ ഹോയി, പരമസുഖം കിട്ടുകയും ചെയ്യും. നമ്മുടെ ബന്ധനങ്ങൾ, പരിമിതികളൊക്കെ പോയി, പരിച്ഛിന്നതയൊക്കെ പോയി, അല്ലേ? ഹൃദയഗ്രന്ഥി ഛേദിക്കപ്പെടുന്നർത്ഥം. അജ്ഞാനം ഇല്ലാതാവുന്നതോടുകൂടി സമസ്ത ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി സുഖത്തെ പ്രാപിക്കാൻ സാധിക്കും. അവസാനമായി വീണ്ടും പറയുന്നു, ഈ ഹനുമാൻ ചാലീസ എല്ലാം നമുക്ക് തന്ന് അനുഗ്രഹിക്കും എന്നുള്ളതിന് തെളിവ് പരമശിവൻ തന്നെയാണ്. जो ये पढ़े हनुमान चालीसा, होय सिद्धि साखी गौरीसा. जो ये पढ़े हनुमान चालीसा, होय सिद्धि साखी गौरीसा. तुलसीदास सदा हरि चेरा, की जय नाद हृदय महडेरा. तुलसीदास सदा हरि चेरा, की जय नाद हृदय महडेरा. जो ये पढ़े हनुमान चालीसा, होय सिद्धि साखी गौरीसा. तुलसीदास सदा हरि चेरा, की जय नाद हृदय महडेरा. की जय नाद हृदय महडेरा. ജോ യഹ് ഹനുമാൻ ചാലീസ പഠേ, ആരാണോ ഈ ഹനുമാൻ ചാലീസ പഠിക്കുന്നത്, അല്ലേ? പഠിക്കുക എന്ന് പറയുമ്പോൾ വായിക്കൽ മാത്രമല്ല, അർത്ഥം ഉൾക്കൊണ്ട് അതിനെ നമ്മൾ മനനം ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം വേണമെന്നുള്ളത് ആദ്യം പറഞ്ഞു. ശതബാർ, 100 തവണ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് വീണ്ടും 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 വായിക്കാം. ഇനി നമുക്ക് അത്ര അഥവാ സൗകര്യമില്ലെങ്കിൽ അതിനെ കുറച്ചൊന്ന് മാറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ 7 ബാർ എന്ന് പറയും. 7 തവണയെങ്കിലും, ഒരു ദിവസം 7 തവണ വായിക്കാം, പലപ്പോഴായിട്ട് നമുക്ക് 7 തവണ വായിക്കാം. അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടൊക്കെ വായിക്കാം. നമുക്കൊരു ചിട്ട ഉണ്ടാവാനായി അങ്ങനെ കണക്ക് വെച്ച് വായിച്ചാലും, അതല്ല കൂടുതൽ കൂടുതൽ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം നമുക്ക് സിദ്ധി ഹോയി, എല്ലാ സിദ്ധിയും. ഭൗതിക സുഖം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സിദ്ധി കിട്ടുന്നു. അല്ല അഷ്ടസിദ്ധികൾ വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാം. ഇഷ്ടസിദ്ധിയും അഷ്ടസിദ്ധിയും എല്ലാം തന്ന് അനുഗ്രഹിക്കുന്നു. ഇനി ഇതൊന്നും വേണ്ട,
പരമസിദ്ധി അത് മതിയെങ്കിൽ ആ മോക്ഷത്തെയും തന്ന് അനുഗ്രഹിക്കുന്നു. അതിനെന്താ തെളിവ്? എന്ത് പറഞ്ഞാലും നമ്മളുടെ ബുദ്ധിയിലൊരു ചോദ്യം ഉണ്ടല്ലോ, അതാര് പറഞ്ഞു, അതിനെന്താ തെളിവ്? അങ്ങനെ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഏറ്റവും വലിയ തെളിവ് ഗൗരീസ, സാക്ഷി ഗൗരീശനാണ്. പരമശിവനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ശിവൻ്റെ ആജ്ഞയോട് കൂടിയിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. അതുകൊണ്ട് പരമശിവൻ തന്നെ അതിന് സാക്ഷി. തുളസീദാസ് സദാ ഹരിചേരാ കീജേനാഥ് ഹൃദയമഹഡേര. ഞാൻ എപ്പോഴും അവിടുത്തെ ഒരു എളിയ ഭക്തൻ മാത്രം. തുളസീദാസി പറയണം, ഇത്രയും മഹത്തായിട്ട് ആ ഗുരുവന്ദനം, ഗുരുവിൻ്റെ പാദത്തിൽ തന്നെ സമർപ്പിച്ച് കിട്ടിയ മനഃശുദ്ധിയെ കൊണ്ട് ഇത്രയും മഹത്തരമായിട്ട് ഹനുമാൻ്റെ മഹിമ പാടിയതിന് ശേഷം അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ വെറും ഒരു ഭക്തൻ മാത്രമാണ്, ഞാൻ ഒരു മഹത്തായിരിക്കുന്ന കർമ്മവും ചെയ്തിട്ടില്ല. അതുതന്നെയാണ് ഹനുമാൻജിയെ ഉപാസിച്ച് തുളസീദാസിയിലും ആ മഹത്വമുണ്ട്. ഒന്നും ഒരു ക്രെഡിറ്റും ഇല്ല. തുളസീദാസ സദാ ഹരിചേരാ. ചേരാ പറഞ്ഞ ശിഷ്യൻ, ഞാൻ അവിടുത്തെ ഒരു ശിഷ്യൻ, ഒരു സേവകൻ, ഒരു എളിയ സേവകൻ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, കീജേനാഥ് ഹൃദയമഹഡേര. എൻ്റെ ഹൃദയത്തെ അവിടുത്തെ ഒരു കൂടാരമാക്കൂ. എൻ്റെ ഹൃദയത്തിൽ അല്ലേ കളിപ്പന്തലിട്ട് വിളയാടിയിടുകൻ മനസ്സി എന്ന് ആചാര്യസ്വാമികൾ പാടിയതുപോലെ, തുഞ്ചത്താചാര്യൻ പാടിയതുപോലെ എൻ്റെ മനസ്സിനെ കളിപ്പന്തലാക്കുമോ എന്ന് പറഞ്ഞില്ലേ, കുറേയൊക്കെ എങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുമോ, അതുപോലെ എൻ്റെ ഹൃദയത്തിൽ വന്ന് ഡേരാ ലഗാന പറഞ്ഞ തമ്പടിക്കുക, അങ്ങനെ അർത്ഥമുണ്ട്. എൻ്റെ ഹൃദയത്തിനെ അവിടുന്ന് കൂടെ അവിടുത്തെ ഇരിപ്പിടമാകട്ടെ. എൻ്റെ ഹൃദയത്തിൽ ഇനി കാമനകളൊന്നും ഇരിക്കാതെ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വസിക്കട്ടെ. അതുമാത്രം മതി എനിക്കൊരു അനുഗ്രഹം. ഭക്തിക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുക, വേറൊന്നും വേണ്ട. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, രാമചിന്തന രാമപ്രാപ്തി മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് തുറന്ന് പറയാൻ സാധിക്കണം, എൻ്റെ മനസ്സിലെപ്പോഴും ഈ രാമരൂപമാണ്, ഹനുമാൻ്റെ രൂപമാണ്, ഭഗവാന്റെ രൂപമാണ്. ഈ പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിയണം. അങ്ങനെ മനസ്സിനെ പവിത്രമാക്കാനായി ഹനുമാൻ ചാലീസ സഹായിക്കുന്നു. അത് നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട്, ശങ്കരാചാര്യരുടെയും ചിന്മയാനന്ദ സ്വാമിയുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ജ്ഞാനയജ്ഞം നമുക്കിവിടെ നടത്താൻ സാധിച്ചു. ഇനി ഇതിൻ്റെ ഫലം നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടത് ഇത് തന്നെയാണ്. ഭക്തി കൂടുതൽ വർദ്ധിച്ചു വന്ന് യഥാർത്ഥ ഭക്തിയിലേക്ക് ഉയർന്ന് ഈ ജന്മത്തിൽ തന്നെ രാമപദപ്രാപ്തി. അതിന് ഏകാന്ത ഭക്തി, നിരന്തര സ്മരണ ആവശ്യമാണ്. നിരന്തര സ്മരണത്തിന് ആ ഒരു രൂപചിത്രണം നമുക്ക് പറഞ്ഞു തരാണ്. അതും കൂടി വായിച്ചിട്ട് നിർത്താം. പവനതനയ സങ്കടഹരന മംഗളമൂരതിരൂപ. പവനതനയ സങ്കടഹരന മംഗളമൂരതിരൂപ. രാമലഖന സീതാ സഹിത ഹൃദയ ബസഹു സുരഭൂപ. രാമലഖന സീതാ സഹിത हृदय बसहु सुरभूप. सियावर रामचंद्र की जय, पवन सुत हनुमान की जय, बोलो भाई सब संदन की जय. പവന തനയെ സങ്കടഹരണ മംഗളമൂരതി രൂപ. മംഗളമൂർത്തി ആ രൂപം എൻ്റെ മനസ്സിൽ നിൽക്കട്ടെ. പവനതനയനാണ്. പവനതനയൻ്റെ വിശേഷതയൊക്കെ കണ്ടു. സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നവനാണ്. രാമലഖന സീതാസഹിത. അവിടുന്ന് എങ്ങനെ വരണം? അവിടുന്ന് മാത്രം വന്നാൽ പോരാ. ഉറപ്പാണ് ഹനുമാൻജി വരുന്നിടത്ത് രാമനും ഉണ്ടാവുന്നുള്ളത്. ഹനുമാൻജി രാമനെയും കൊണ്ടേ വരൂ. അപ്പോൾ ഹനുമാൻജിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന സമയത്ത് രാമൻ, ലക്ഷ്മണൻ സീതാസഹിതമായിട്ട് നിലനിൽക്കട്ടെ. ഹൃദയ ബസഹു സുരഭൂപ്. എല്ലാ ദേവന്മാരും അനുഗ്രഹിച്ച് ഈ രാമരൂപം മനസ്സിൽ ധരിക്കാൻ സാധിക്കട്ടെ. ഹൃദയത്തിൽ വസിക്കട്ടെ. ഹൃദയ ബസഹോ, ഹൃദയത്തിൽ വസിക്കട്ടെ. ആ ദിവ്യരൂപം എൻ്റെ ഹൃദയത്തിൽ എന്നും വസിക്കട്ടെ. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ ഈ സദ്ഭക്തി പ്രാപിക്കാൻ നമുക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ. അതിന് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരതി കീ ജയ് ഹനുമാൻ ലലാ കീ, दुष्टदल रघुनाथ कला की. आरती की जय हनुमान लला की, दुष्टदल रघुनाथ कला की. आरती की जय.